ഞാൻ ഡോക്ടർ ഫയാസ്, ഇവിടെ തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജനാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ റൈനോപ്ലാസ്റ്റി അഥവാ നോസ് ജോബ് എന്ന് കൊളോക്കിയലി പറയുന്ന ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്ന പ്രൊസീജിയർ അത് ആർക്കാണ് ഇൻഡിക്കേറ്റഡ്? യൂഷ്വലി പേഷ്യൻസിന് എന്തെങ്കിലും മൂക്കിൻ്റെ ഒരു അപാകത അല്ലെങ്കിൽ അത് അത്ര എസ്തെറ്റിക്കലി പ്ലീസിങ് അല്ല എന്ന് തോന്നുന്ന പേഷ്യൻസിനാണ് ജനറലി നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ചില ഫങ്ഷണൽ ഇഷ്യൂസ് സച്ചാസ് ക്രോണിക്കായിട്ട് മൂക്കടപ്പിൻ്റെ ഒരു പ്രോബ്ലം ഉള്ള ആൾക്കാർക്കും ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നതാണ്. ജനറലി എസ്തെറ്റിക് കൺസേൺസ്, മൂക്കിൻ്റെ എസ്തെറ്റിക് കൺസേൺസ് ഉള്ള പേഷ്യൻസ്, ഫോർ എക്സാമ്പിൾ ഡോർസൽ ഹംപ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മൂക്കിൻ്റെ ഈ മോൾ ഭാഗത്ത് ഒരു ചെറിയൊരു ഹംപ് പോലെ ഇരിക്കുന്ന പേഷ്യൻസ്, അതുകൂടാതെ ബ്രോഡായിട്ടിരിക്കുന്ന നോസ്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കുറച്ച് ഫ്ലാറ്റായിട്ടിരിക്കുന്ന നോസ്, പിന്നെ അതുകൂടാതെ മൂക്കിൻ്റെ ഈ തുമ്പത്ത് ആ ടിപ്പ് എന്ന് പറയുന്ന ആ ഭാഗം, നേസൽ ടിപ്പ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നല്ലോണം ഒരു നല്ല വിടുത്തുള്ള പേഷ്യൻസ്, അതുപോലെ തന്നെ ഈ നോസ്ട്രിൽസ് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ടിരിക്കുന്ന പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ജനറലി ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. പിന്നെ ചില ട്രോമാറ്റിക് കണ്ടീഷൻസ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അപ്പോൾ മൂക്കിൻ്റെ ചില ഭാഗങ്ങൾ അവിടെ നിന്ന് അത് കട്ടായി പോയി, അല്ലെങ്കിൽ അത് ആക്സിഡൻറ്റ് കാരണം അതിൻ്റെ ഷേപ്പ് അങ്ങോട്ട് മാറിപ്പോയി, ക്രുക്കഡ് നോസായി. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലും റൈനോപ്ലാസ്റ്റി ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ റെയറായിട്ട് മൂക്കിൻ്റെ അവിടെ ചെറിയ ക്യാൻസേഴ്സ് വരുന്നു, ലൈക്ക് ഫോർ എക്സാമ്പിൾ സ്ക്വാമസ് സെൽ കാർസിനോമ അല്ലെങ്കിൽ ഒരു ബേസിൽ സെൽ കാർസിനോമ കമ്പാരിറ്റീവ്ലി കുറേ കൂടി കോമൺ ആണ് മൂക്കിൻ്റെ അവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ ഭാഗം കട്ട് ചെയ്തെടുത്ത് കളയുമ്പോൾ അത് നമ്മൾ രണ്ടാമത് റീകൺസ്ട്രക്റ്റ് ചെയ്യാനും ഈ ഒരു പ്രൊസീജിയർ വളരെ ഹെൽപ്ഫുള്ളാണ്. സോ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇത് ജനറലി നമ്മൾ ചെയ്യുന്നത് ജനറൽ അനസ്തീഷ്യ, പേഷ്യൻറ്റിനെ നമ്മൾ ടോട്ടലി മയക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ടൈമിംഗ് ഏകദേശം ഒരു 2 to 4 hours ആയിരിക്കും. അത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ ടൈപ്പ്, നമ്മൾ ഏതൊക്കെ പ്രോബ്ലംസാണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ടൈമിങ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുറിവുകളും പാടുകളും ഒക്കെ ടോട്ടലി ഹിഡൻ സ്പോട്ട്സിലായിരിക്കും, അത് ഒരിക്കലും പുറത്തേക്ക് കാണുന്ന രീതിയിലായിരിക്കില്ല ഇതിൻ്റെ ഇൻസിഷൻസ്. പിന്നെ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് നമ്മൾ കുറേ കൂടി എസ്തെറ്റിക്കലി പ്ലീസിങ് ആക്കാനാണ് നമ്മുടെ എയിം. സോ എങ്ങനെയാണ് നമ്മൾ ഈ എസ്തെറ്റിക്കലി പ്ലീസിങ് ആക്കുന്നത്? സോ എല്ലാ ആൾക്കാരും, എല്ലാ ഹ്യൂമൻസിലും എല്ലാവരുടെയും നോസിൽ നമുക്കൊരു ബോണി ആൻഡ് ഒരു കാർട്ടിലേജിനസ് ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്കിനെ നമ്മളൊന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഫ്യൂച്ചർ ഷേപ്പ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ജനറലി ചില സ്റ്റിച്ചസ് വഴിയോ അല്ലെങ്കിൽ ചിലപ്പോൾ കാർട്ടിലേജ് ചെറുതായിട്ട് ട്രിം ചെയ്തിട്ടോ അല്ലെങ്കിൽ ബോണിനെ ഒന്ന് ചെറുതായിട്ട് രണ്ടാമത് റീസെറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. പക്ഷേ അതുകൂടാതെ ചില കണ്ടീഷൻസിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലാറ്റായിട്ടുള്ള നോസൊക്കെ ആണെങ്കിൽ ആ പേഷ്യൻസിന് കുറേ കൂടി ഒരു ഓഗ്മെൻറ്റേഷൻ വേണ്ടി വരും. ആ മൂക്കിൻ്റെ സെൻറ്ററിൽ കുറേ കൂടി ഒരു ഹൈറ്റ് നമ്മൾ വെക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് ചിലപ്പോൾ നമുക്ക് ചെവിയുടെ ബാക്കിൽ നിന്നോ അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയൊരു പീസ് കാർട്ടിലേജ് എടുത്തിട്ട് നമ്മൾ വെക്കേണ്ടി വരുമായിരിക്കും. ഇത് എല്ലാ പേഷ്യൻസിനും വേണമെന്നല്ല, അത് ചില പേഷ്യൻസിൻ്റെ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസൈഡ് ചെയ്യുന്നത്. പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 to 2 days മൂക്കിൻ്റെ ഉള്ളൊരു പാക്ക് ഉണ്ടാവും. അത് എന്തിനാണെന്ന് വെച്ചാൽ ബ്ലീഡിങ്ങും അതുപോലെ വേറെ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനാണ് ആ പാക്ക് വെക്കുന്നത്. ജനറലി വൺ ഡേ ആയിരിക്കുള്ളൂ, ചിലപ്പോൾ ഒരു 2 days വെക്കേണ്ടി വരുമായിരിക്കും. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ഇൻസൈഡ് മൂക്കിൻ്റെ ഉള്ളിലുള്ള ഫ്രെയിം വർക്കിനെ നമ്മൾ റീസെറ്റ് ചെയ്യണ കാരണം ഒരു ചെറിയൊരു സ്പ്ലിൻറ്റ് മൂക്കിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്നതായിരിക്കും. അതൊരു ഏകദേശം ഒരു 2 to 3 weeks അത് അപ്ലൈ ചെയ്യേണ്ടതാണ്. പിന്നെ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 or 2 days ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കേണ്ടി വരുന്നതാണ്. പിന്നെ വേറൊരു കാര്യം പേഷ്യൻസ് എപ്പോഴും ചോദിക്കുന്നത്, എത്ര ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂഷ്വലി മേ ബി ഒരു 1 week കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഓഫീസ് വർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ജനറലി തിരിച്ച് ഓഫീസ് വർക്കിലേക്ക് പോകാം. പക്ഷേ സ്ട്രെനുവസ് എക്സസൈസസും കാര്യങ്ങളൊക്കെ ആബ്സല്യൂട്ട്ലി ഒരു 6 weeks വരെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്.
സോ ഞാൻ ഈ വീഡിയോയിൽ പ്രീവിയസ്ലി പറഞ്ഞ പോലത്തെ മൂക്കിൻ്റെ ഇഷ്യൂസ് നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് സർജനെ കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും.